നമശിവായ. ഓം നമശിവായ. നമസ്കാരം. നമ്മുടെ ഈ 2025 രഥോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. നവംബർ 8-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച് 7 ദിവസം കൊടിയേറ്റത്തിന് ശേഷം 12-ാം തീയതി 5-ാം തിരുനാൾ, അതിനുശേഷം 1-ാം തീയതി 14, 2-ാം തീയതി 15, 3-ാം തീയതി ഇന്ന് അവസാനത്തെ രഥസംഗമത്തിനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 600 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതായത് 1424 ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു ബാണലിംഗം കൊണ്ടുവന്ന് കാശിയിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടുത്തെ അന്നത്തെ രാജഭരണത്തിലിരിക്കുന്ന ശേഖരവർമ്മ വലിയ രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് കാശിയിലും ഗംഗയുണ്ട്, ഇവിടെ ഒരു നദിയുണ്ട്, നമുക്ക് ഇവിടെ കൽപ്പാത്തിയുടെ തീരത്ത് വിശ്വാസസ്വാമിയെ പ്രതിഷ്ഠിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത സുഹൃത്തായ വലിയ ഓണക്കിടത്തിലെ ഇട്ടിക്കോമ്പിയച്ച് എന്ന് പറയുന്ന അദ്ദേഹവും രാജകുടുംബമാണ്, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ഈ ക്ഷേത്രം പണിഞ്ഞ് വളരെ നന്നായി നടത്തണമെന്നുള്ള നേതൃത്വം കൊടുക്കുകയും 1 വർഷത്തിനകം തന്നെ ക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠ നടത്തുകയും തുടർന്ന് ക്ഷേത്ര ചിലവിലേക്കായി 4000 ഏക്കർ ഭൂമി ക്ഷേത്ര ചിലവിനുള്ള നെല്ലിനും മറ്റ് ധാന്യവിളകളും മറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള കൃഷിഭൂമിയും നൽകിയിരുന്നു. അതൊക്കെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രഭൂമി മാത്രമേ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയുടെ കയ്യിലുള്ളൂ. 600 വർഷമായിട്ട് പാരമ്പര്യമായിട്ട് വലിയ കോണിക്കടത്തിലെ കാരണവന്മാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാരണവർ VK ചന്ദ്രശേഖര വർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധികം കാരണം അതിനൊരു മാനേജിങ് ട്രസ്റ്റായിട്ട് സുജിത് വർമ്മ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ രഥോത്സവം നടക്കുന്നത്. ഇത് വളരെ മംഗളമായി തന്നെ ഇപ്പോൾ തീരാൻ പോവുകയാണ്. ഇനി അടുത്ത വർഷം വരെ ഇവിടുത്തെ ഓരോ ഗ്രാമത്തിലെ ഓരോ ആൾക്കാരും അടുത്ത വർഷത്തെ രഥോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നെ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, അടുത്ത വർഷം 2026 മെയ് 25-ാം തീയതി ഇവിടുത്തെ കുംഭാഭിഷേകമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ ലെവലിലായിരുന്നു, അതിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. വിദേശത്തുനിന്നും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഈ രഥോത്സവത്തിൻ്റെ സംഗമ സമയത്ത് പിന്നെ കുംഭാഭിഷേകത്തിനും കൂടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും കൽപ്പാത്തിയിൽ വന്ന് കുംഭാഭിഷേകവും ഞങ്ങളെ വളരെ നന്നാക്കി ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. എല്ലാ ഭക്തജനങ്ങളും വരണം. നമസ്കാരം.